ഗൈസ് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്കൂളിലോട്ട് പോകാൻ പോവാണ് ഗൈസ്. കാര്യം നമുക്കിന്ന് ഇപ്പം ഇവിടെ ഒരു പരിപാടി ഉണ്ട്, ചെറിയൊരു പരേഡ്. ഞാൻ ഇതിലോട്ടും പരേഡ് ചെയ്തിട്ടില്ല, അങ്ങനെയും ചെയ്യാം. അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ബൈ. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇന്ന് സൺഡേയും കൂടിയാണ്. ഇന്ന് സ്കൂളിൽ പരിപാടിയുണ്ട്, ഞങ്ങൾക്ക് പരേഡും ഉണ്ട്. അമ്മമാരെ അല്ലാതെ ഇങ്ങനത്തെ പരിപാടികളല്ലാതെ ഒന്നും കേട്ടിട്ടില്ല. അപ്പം നമ്മളിനി എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ ഇവിടെ ഞാനിതിൻ്റെ വണ്ടീൻ്റെ അടുത്തിരുന്ന് വെയിറ്റ് ചെയ്യുന്നു, ഇനി എപ്പോൾ വരും? അയ്യോ, ഒരു സാധനം മറന്നു പോയേ. ഗായ്സ്, നമ്മളിപ്പോൾ സ്കൂളിൽ എത്തിയിരിക്കുവാണ് ഗായ്സ്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് എൻട്രൻസ് വരുന്നത്. നേരെ കാണുന്നതാണ് ഗൈസ് എൻട്രൻസ്. ഇവിടെ പരേഡ് നടത്താൻ വേണ്ടി ലൈനപ്പ് ആയിട്ട് നിൽക്കുമായിരുന്നു ഗൈസ്. ഞാൻ അവിടെ നടന്നു വന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പുറകിൽ മാംസ് ഒക്കെ വന്നിപ്പുണ്ട്. സജീവ് സാർ മൈക്ക് ചെക്ക് ചെയ്യുവാണ് ഗൈസ്. കുറെ മാംസ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഫ്ലാഗ് ഉയർത്തലാണ്, പതാക ഉയർത്തൽ. പിന്നെ ഞങ്ങളിവിടെ കുറച്ച് ഡെക്കറേഷൻ പണി ഉണ്ടായിരുന്നു, അത് ചെയ്യുമായിരുന്നു ഗൈസ്. എല്ലാവരും കൂടി ചേർന്ന്. ഇനി അവിടെ ചേച്ചി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഗൈസ്. കമാൻഡ് കൊടുത്തിട്ട് ആ ചേച്ചിയും സാറും കൂടി വരുന്നുണ്ട് ഗൈസ്. പിന്നെ ചീഫ് ഗസ്റ്റിനകത്തുനിന്ന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഗൈസ്, പതാക ഉയർത്തലൊക്കെ കഴിഞ്ഞു ഗൈസ്. ഇനി അകത്തെ പരിപാടികളാണ്. മിഥുൻ സാറ് സ്പീച്ച് നടക്കുന്ന സ്ഥലം. ഇതാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ സെൻറ്റർ ഗൈസ്. ഇവിടെയാണ് ഞങ്ങൾ അസംബ്ലിയൊക്കെ നടക്കുന്നത്. ഞങ്ങളെല്ലാം സിറ്റ് ചെയ്തു. ഇനി പരിപാടികളാണ് ഗൈസ്. ലുക്ക് അറ്റ് നമ്മൾ ചീഫ് ഗസ്റ്റിന് അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട്, ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചേച്ചിമാരുടെ പാട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചിമാരുടെ ഡാൻസ് ഉണ്ടായിരുന്നു, നല്ല ഡാൻസ് ആയിരുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാൻ വന്ദേ ഭാരതിൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു ഗൈസ്, നല്ലതായിരുന്നു.
എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു ഗൈസ് ഡാൻസ്, നിങ്ങൾ നോക്കി അറിയാം. പിന്നെന്തുവാ, ചീഫ് ഗസ്റ്റ് എല്ലാവർക്കും വേണ്ടി ചോക്ലേറ്റും പേടയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മാമാ കാണുന്നത്, HM ഗൈസ്. നിങ്ങൾ നോക്കി അറിയാം, പ്രിൻസിപ്പൽ മാമുണ്ട്, ചീഫ് ഗസ്റ്റ് ഉണ്ട്, പിന്നെ വൈസ് പ്രിൻസിപ്പൽ മാമുണ്ട്, HM ഉണ്ട് ഗൈസ്. ആ മാമാണ് നമ്മളെ HM. ഞങ്ങള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ച മാമായിരുന്നു ഗൈസ്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ മാമിനെ. നിങ്ങൾ നോക്കി അറിയാൻ ചേട്ടന്മാർ ഞങ്ങൾക്ക് പേട തരുന്നുണ്ട് ഗൈസ്. നിങ്ങൾ നോക്ക് ഗൈസ്, തരുന്നുണ്ട് ഗൈസ്. ഇതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അക്ഷയാണ്. അവൻ മഞ്ഞ കണ്ടോ ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് ബലൂൺ എടുക്കാൻ പോയത്, പക്ഷെ ഇവിടുന്ന് കിട്ടിയില്ല ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും ചമ്മിപ്പോയി. പിന്നെ അവിടെ ഫ്ലാഗിൻ്റെ അടുത്തുണ്ടെന്ന് അവന് പറഞ്ഞ് അങ്ങോട്ട് പോവാണ് ഗൈസ്. അവനെ ഹൈറ്റ് ഉള്ളതുകൊണ്ട് പറിച്ചു തന്നു, പക്ഷെ മറ്റത് പറിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം അവന് പറഞ്ഞു അവൻ വേണ്ടത്. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു ഗൈസ്. അതവിടെ വെച്ചിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കപ്സാമ്പൂസിലുള്ള വേറെ ചേട്ടന്മാരൊക്കെ ചെയ്തു. അവൻ അച്ഛനെ കളിയാക്കുമായിരുന്നു, ആ ചേട്ടന് കിട്ടാനിട്ട്. ഇത് കണ്ട് നമ്മൾ അങ്ങോട്ട് പോയി ഗൈസ്. ഞങ്ങൾക്കത് പറിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ചേട്ടൻ തൊപ്പിയൊക്കെ എറിഞ്ഞൊക്കെ നമുക്കും പറ്റിയില്ല ഗൈസ്. നിങ്ങൾ നോക്കാം, അവിടെ ഒരെണ്ണം കിടപ്പുണ്ട്. പിന്നെ ഒരു ചേച്ചി വന്നിട്ട് അതെടുത്ത് ആ ചേട്ടന് കൊടുത്തു. നോക്ക ഗൈസ്, അവിടെ നല്ല ഫ്ലാഗ് ആയിരുന്നു. എനിക്ക് ആ ഫ്ലാഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ കളിക്കുമായിരുന്നു കുറച്ച് നേരം. അക്ഷയ് തൊപ്പിയൊക്കെ കണ്ണിലോട്ട് ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു. അതെന്തിനാണെന്നറിയത്തില്ല, രാവിലെ മുതൽ. പിന്നെ അക്ഷയിൻ്റെ ബ്ലാക്ക് ക്ലാസ്സിലായിരുന്നു, ഞങ്ങൾ പോയി എടുത്തോണ്ട് വന്നു. എൻ്റെ പൊന്ന് ഗൈസ്, ബൈ ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ ഗൈസ്.